നമസ്കാരം, എൻ്റെ പേര് ശിവദാസൻ. വടശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വാദ്യോപകരണം നാഗസ്വരം എന്ന് പറയും. ഇതിനെ നാഗസ്വരം എന്നും നാദസ്വരം എന്നും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ദ്രാവിഡന്മാരായ നാഗന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു വാദ്യോപകരണമാണ് നാഗസ്വരം. ഇവർ ഇത് ക്ഷേത്രങ്ങളിൽ പൂജാവേളകളിലും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നാഗസ്വരം എന്നാണ് ഇത് എല്ലാവരും പറയപ്പെടുന്നത്. പുസ്തകങ്ങളിലുമെല്ലാം അങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാഗസ്വരാവലി, നാഗവരാളി എന്നുള്ള രാഗങ്ങളുടെ പേരുകൾ വന്നതും ഇതുമൂലമാണ് എന്നും ചരിത്രങ്ങൾ പറയപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സംസ്കൃതത്തിൽ ദേവദാരു എന്ന് പറയുന്ന, നമ്മുടെ മലയാളത്തിൽ ആച്ചാമരം എന്നൊക്കെ പറയുന്ന ഒരു മരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കുന്ന മുഴുവൻ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ എല്ലാം ചെയ്തു വരുന്നത്. അവർ പാരമ്പര്യമായിട്ട് നാഗസ്വരം ഉണ്ടാക്കുന്നവരാണ്. ഇതിൽ ഈ മുകൾ ഭാഗത്തിന്, ഇവിടെ മുതൽ ഇതുവരയ്ക്കുള്ള ഭാഗത്തിന് ഒളവ് എന്നാണ് പറയുന്നത്. ഈ ഭാഗത്താണ് ശീവാളി വെച്ച് വായിക്കുന്നത്. ശീവാളി വെച്ച് വായിക്കുന്ന ഭാഗത്തിന് ഓരിക എന്ന് പറയും. ഈ ഒരു ഭാഗത്തിനാണ് അണശ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇത് വേർപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ശബ്ദത്തിനെ കുറിച്ച് വലുതാക്കി വിടുന്നതിന് വേണ്ടിയാണ് ഈ അണശിൻ്റെ ഉപയോഗം. ഇതിൽ ഈ ശീവാളി എന്ന് പറയുന്നത് ഞാണപ്പുല്ല് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഈ കാവേരി നദീതീരങ്ങളിൽ മാത്രമാണ് ഈ പുല്ല് കണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് ഈ ശീവാളി നിർമ്മിച്ച് അതിൽ ഒരു തകിടിൻ്റെ ഒരു ഭാഗം വെച്ച് കെണ്ട എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് ഇതിൽ ശബ്ദമുണ്ടാക്കി ഇത് വായിക്കുന്നത്. നാഗസ്വരത്തിൽ പ്രധാനമായും 12 സുഷിരങ്ങളാണ് ഉള്ളത്. ഇതിൽ ഇങ്ങനെ കാണുന്ന ഈ 7 സുഷിരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ അത് വായിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന സുഷിരങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുന്ന അല്ല, ഇതിൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം കൂട്ടുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സ്വരങ്ങളെല്ലാം. ഇത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതിനേക്കാൾ വളരെ നീളം കുറഞ്ഞ നാദസ്വരമായിരുന്നു. അതിന് തിമിരി നാദസ്വരം എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. ഇത് 5 ഘട്ട ശ്രുതിയിലാണ് ഉണ്ടായിരുന്നത്. പ്രകൃതിയുടെ ഓംകാരം എന്ന് പറയുന്നതും 5 ഘട്ട ശ്രുതിയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ മണിയടിക്കുന്നത് അത് 5 ഘട്ട ശ്രുതിയാണ്. കുയിൽനാദം അത് 5 ഘട്ട ശ്രുതിയാണ്. അപ്പോൾ ഇതിനെല്ലാം താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പണ്ട് ഈ തിമിരി നാദസ്വരത്തിൻ്റെ ശ്രുതിയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിന് വളരെയധികം ശ്രമകരമായ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണ് ഈ 5 ഘട്ട നാദസ്വരം വായിക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ 5 ഘട്ട ശ്രുതിയിലുള്ള തിമിരി നാദസ്വരമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് നാഗസ്വരം എന്ന് പറയുന്ന നാഗത്തിൻ്റെ രീതിയിലുള്ള ഒരു ഘടനയാണ് അത് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് തിമിരി നാദസ്വരം എന്നുള്ള രീതിയിൽ 5 ഘട്ട രീതിയിലുള്ള ഒരു നാദസ്വരം വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രകൃതിയിലുള്ള ഓംകാരം, പ്രകൃതിയുടെ ശബ്ദം, കുയിൽനാദം, ക്ഷേത്രങ്ങളിലെ മണിയുടെ ശബ്ദം, ഇതെല്ലാം 5 ഘട്ട ശ്രുതിക്ക് ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവാം ഇത് തിമിരി നാദസ്വരം 5 ഘട്ടത്തിൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 5 ഘട്ട നാദസ്വരത്തിൽ വായിക്കുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ഗമകം കൊടുക്കുന്നതും വളരെ ശ്രമകരമാണ്. അപ്പോൾ അതുകൊണ്ട് രാജരത്നം പിള്ള എന്ന നാദസ്വര ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് ഇടബാരി, അതായത് 3 ഘട്ട ശ്രുതിയിലേക്ക് മാറ്റി. ആദ്യം ഇടബാരി, പിന്നീട് 2-2.5 ശ്രുതി, അതിന് ബാരി നാദസ്വരം എന്ന് പറയും.
ആ രീതിയിലേക്ക് മാറ്റിയത് നാസർ ചക്രവർത്തി രാജരത്നം പിള്ളയായിരുന്നു. ഇപ്പോൾ അധികം പേരും വായിച്ചു വരുന്നത് 2 ഘട്ട 2.5 ഘട്ട നാസുരമാണ് ഇപ്പോൾ അധികം ഉപയോഗിച്ച് വരുന്നത്. പിന്നീട് ഇത് പുറമേയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വായിച്ചു വരുമ്പോഴും കൂടുതൽ ദീർഘദൂരത്തേക്ക് കേൾക്കുന്നതിന് വേണ്ടി ഈ തിമിരക്കട്ട ഉപയോഗിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ എല്ലാവരും ക്ഷേത്രങ്ങളിലായാലും കല്യാണങ്ങളിലായാലും മറ്റേ 2.5 ഘട്ട ശ്രുതിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത് പ്രധാനമായും ക്ഷേത്ര ചടങ്ങുകൾക്ക് അതുപോലെ മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും ഈ നാസുരം ഉപയോഗിച്ചു വരുന്നു. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പക്കമേളമായി ഉപയോഗിച്ചിരുന്നത് മദ്ദളമായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇപ്പോൾ നിലവിൽ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചു വരുന്നത് തവിൽ എന്നുള്ള ഒരു വാദ്യോപകരണമാണ് ഇതിന് പക്കമേളമായിട്ട് കൂടി വരുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് ഒരു നാദസ്വരം ഒരു തവിൽ അങ്ങനെയാണ് വായിച്ചിരുന്നത്. പിന്നീട് തിരുവിഴുമലൈ ബ്രദേഴ്സ്, കീരണ്ണൂർ ബ്രദേഴ്സ്, ചെമ്പനാർകോവിൽ ബ്രദേഴ്സ് അങ്ങനെയുള്ള സഹോദരന്മാരുടെ കാലഘട്ടത്തിലാണ് ഇത് 2 പേരും ഒരുമിച്ച് നാദസ്വരം വായിക്കുന്ന 2 തകില് ഇതിൽ ഉൾപ്പെടുത്തി വായിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ഇവരുടെ ഒരു കാലഘട്ടത്തിലാണ് അത് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് തേരിലേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിലും മല്ലാരി എന്നൊരു സംഭവം നാദസ്വരത്തിൽ മാത്രം ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഇതിനും പ്രധാനമായി നാദസ്വരം തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ മംഗളകാര്യങ്ങളിലും കല്യാണത്തിനും എല്ലാത്തിനും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ കാതുകുത്തായാലും അവരുടെ എന്ത് ശുഭകരമായിട്ടുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും നാദസ്വരം ഒരു പ്രധാനമായിട്ടുള്ള ഒരു വാദ്യോപകരണമായി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നാദസ്വരത്തിനെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ഒരു ചെറിയ വിവരണം. ഇനി ഇതിനെ എങ്ങനെ വായിച്ച് കേൾപ്പിക്കാം എന്നുള്ള ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ. ഇത് ഷഹാന എന്ന് പറയുന്ന ഒരു രാഗമാണ്. ഈ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത പരസ്പരം എന്തെങ്കിലും ഒരു വൈമനസ്യം വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇണങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഗം കൂടിയാണ് ഷഹാന രാഗം. ഇതിൽ വന്ദനമു രഘു എന്നുള്ള ഒരു ചെറിയ കീർത്തനം ഞാൻ വായിക്കാം.
ഇത് പണ്ട് കാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇപ്പോൾ ഞാനെല്ലാം ഗുരുകുല സമ്പ്രദായത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കാൻ പറ്റാവുന്ന സാഹചര്യം എവിടെയും നിലവിലില്ല. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രകലാ വാദ്യവിദ്യാലയം, വൈക്കം കലാപീഠം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഇത് പഠിപ്പിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിൽ ഒരുപാട് ഇത് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. കേരളത്തിൽ ഗുരുവായൂർ ദേവസ്വം വൈക്കം കലാപീഠത്തിൽ മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളായിട്ടുള്ളത്. അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൽ ക്ഷേത്രകലാ വാദ്യവിദ്യാലയത്തിൽ നാദസ്വരം വിഭാഗത്തിന് അധ്യാപകനായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ധാരാളം കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും ഇത് പഠിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് നാദസ്വരം. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പഠിച്ചെടുക്കുവാൻ പറ്റുകയുള്ളൂ. സംഗീതത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാദസ്വരമാണ് അതിൻ്റെ ബേസ്. പണ്ട് കാലങ്ങളിൽ ഈ രാഗാലാപനം ചെയ്തിരുന്നത് 2 ബാണി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വീണ ബാണി, പിന്നെ ഒന്ന് നാദസ്വരബാണി. ഈ 2 ബാണിയിൽ നിന്നും ഡെവലപ്പ് ചെയ്തിട്ടാണ് ബാക്കി ഇന്ന് നിലവിൽ കാണുന്ന എല്ലാ വായ്പ്പാട്ടാണെങ്കിലും മറ്റേത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതിൽ നിന്നും അഭിവൃദ്ധി പ്രാപിച്ചു വന്നിട്ടുള്ളതാണ്. ഇന്നത്തെ തലമുറ ഇത് പഠിക്കുവാൻ കുറച്ച് വിമുഖത കാണിക്കുന്നു എന്നുള്ളതും സത്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും ഇത് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുള്ളൂ. ഇതിൽ മറ്റുള്ള ഏതൊരു ഉപകരണത്തിലും നമുക്ക് ആദ്യമേ ഒരു വയലിനാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരുത്താം. മറ്റേത് ഇൻസ്ട്രുമെൻസിനും സൗണ്ട് വരുത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. മറിച്ച് നാഗസ്വരത്തിൽ ഒരു സൗണ്ട് വരുത്തണമെങ്കിൽ തന്നെ അപശ്രുതി ഇല്ലാതെ ഒരു സൗണ്ട് വരുത്താൻ ഏകദേശം ഒരു 2 വർഷത്തോളം സമയമെടുക്കും ഇതിന്. പിന്നീട് വായ്പ്പാട്ടായി പഠിച്ചും അത് നാദസ്വരത്തിലൂടെ നിത്യം അഭ്യസിച്ചെങ്കിലും മാത്രമാണ് നല്ലൊരു നാദസ്വരക്കാരനായി വരാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ജനറേഷൻ ഇതിലേക്ക് എന്തുകൊണ്ട് വലിയ താല്പര്യം കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ് നാദസ്വരത്തിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം എന്നുള്ള രീതിയിൽ പറയുവാനുള്ളത്.